അപ്പൊ അതേ നമുക്ക് ഇന്ന് 4 മണി കാപ്പിക്ക് കൊഴുക്കട്ടയാണ് കേട്ടോ. കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് കുറേ കാലമായി. കൊഴുക്കട്ട ശനി ഇല്ലേ, ഈസ്റ്ററിന്റെ സമയത്ത് എത്ര മാസമായിട്ടുണ്ടാവും, ക്രിസ്തു ജനിച്ചു, ഇനി 3-4 മാസം കഴിയുമ്പോൾ കൊഴുക്കട്ട ശനിയാവും. അപ്പോ അന്ന് ഉണ്ടാക്കിയതാണ്, പിന്നെ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, ഉണ്ടാക്കൽ നടക്കത്തില്ല. വീഡിയോ ഒക്കെ എടുക്കണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ മടിയാണ്. ഞാൻ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. ഈ വീഡിയോ എടുക്കൽ വന്നതിൻ്റെയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ മടി കൂടിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പഴം പുഴുങ്ങിയതിലോ മുട്ട കുഴലപ്പത്തിലോ സാധാരണ നമ്മുടെ ഇലയുടെ ഉണ്ടാക്കാനും പാകം. അപ്പോൾ ഇലയുടെ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, നമ്മുടെ ഗോതമ്പടയിലോ കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് പരിപാടി. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ പണിയൊന്നുമില്ല, അല്ലാത്തപ്പോ പണി ഉണ്ടായിട്ടല്ല കേട്ടോ, മടി. അപ്പൊ എന്തായാലും ഒന്നും ഉണ്ടാക്കാട്ടോ. ഇന്ന് ഞാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്, ഇന്ന് കൊഴുക്കട്ട തന്നെ ഉണ്ടാക്കാം. തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയമാകുമ്പോൾ കിടന്ന് ഓടാൻ പറ്റത്തില്ല. എല്ലാവരും ഓടുമ്പോൾ വേറെ പല കാര്യങ്ങളും വീഡിയോ ഓണാക്കാനൊക്കെ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ തന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വഴറ്റിയെടുക്കാവേ. തേങ്ങ വഴറ്റിയും വഴറ്റാതെ ഒക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. വഴറ്റാതെ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യുന്നു, വഴറ്റി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വഴറ്റിയെടുക്കാം. ഇതായപ്പോൾ ശർക്കര പൊടിയാണ് കേട്ടോ ഇപ്രാവശ്യം മേടിച്ചത്. അപ്പം അതുകൊണ്ട് ശർക്കര പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാവേ. അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അളവിടാം. പിന്നീട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ശർക്കര പൊടിയിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒന്ന് കുതിർന്ന് വരാൻ പാകത്തിന്. ശർക്കര പെട്ടെന്ന് തിളക്കും കേട്ടോ, പെട്ടെന്ന് ചൂടാവും. ശർക്കര നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതിലേക്ക് ഇത് മിക്സ് ചെയ്തു. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമലി ഞാൻ പാനിയാണ് ഒഴിക്കാറ്, അതുകൊണ്ട് എനിക്ക് അളവ് കൃത്യമാകുന്നില്ല. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കര കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് തേങ്ങയും കൂടി ഇടണം. അപ്പൊ അതേ നമ്മൾ തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാൻ പോവാം. ഈ കളറിലായി വരാൻ, നമ്മൾ ആദ്യം ഇട്ടതിന്റെ കളർ കണ്ടോ, ആ കളറിലേക്കായി വരാൻ പാകത്തിന് വെള്ളമൊക്കെ വറ്റി ശർക്കരയൊക്കെ തേങ്ങയിൽ പിടിച്ചു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതാ ഞാൻ ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്, ആ തൊടി പൊളിച്ചിട്ടിട്ട് കൊടുക്കും. പഞ്ചസാര ഇട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുവോ ഒക്കെ ചെയ്യാട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ അതേ ഞാൻ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ജീരകത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇപ്പം ശർക്കരയിലൊക്കെ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് തേങ്ങ. ഇനി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വേണം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാഷ്യൂ നട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും. കാഷ്യൂ നട്ട്, ബദാം, വാൾനട്ട് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സ് ഒന്നും ഇല്ലാത്തവര് നട്ട്സ് ഇല്ലാതെ ഉണ്ടാക്കിക്കോട്ടോ, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാ. നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ പഴമില്ലേ, ഏത്തപ്പഴം കഷ്ണങ്ങളാക്കി കുരുകുരാന്ന് കഷ്ണങ്ങളാക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ളിൽ കൊള്ളത്തില്ല. കുരുകുരാന്ന് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വഴറ്റിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നല്ല സൂപ്പറാണ്. ഒരു ചെറിയ കഷ്ണം പഴമൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. ഈ ശർക്കരയിലേക്ക് നമ്മൾ ഒഴിച്ച വെള്ളമില്ലേ, അത് ഫുള്ളായിട്ട് വറ്റി കിട്ടിയാലേ
നല്ല പാകത്തിന് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളിലേക്ക് വെച്ചിട്ട് ആവി വെച്ച് വേവിക്കുമ്പോഴുണ്ടല്ലോ, ആ ചൂട് തട്ടുമ്പോഴത്തേക്കും അത് ഒഴുകി വരും ഇങ്ങനെ പുറത്തോട്ട്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കുന്നത്. നോക്കിയേ, ഇതിലിപ്പോൾ വെള്ളമില്ലല്ലോ, ഒഴുകി വരാൻ വെള്ളമില്ല നോക്കിയേ. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂട് പതിയെ ആറുമ്പോഴത്തേക്കും ഉള്ള വെള്ളം കൂടെ വറ്റി പൊക്കോളും. അപ്പോൾ ഇതേ നമ്മുടെ ശർക്കരയും തേങ്ങയും കൊഴുക്കട്ടയ്ക്കകത്ത് വെക്കാനുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചുക്കുപൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എനിക്ക് ചുക്കുപൊടിയുടെ കുത്തൽ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചുക്കുപൊടി ചേർക്കുന്നില്ല. തീ നിർത്തി കൊടുക്കാം. എന്നിട്ട് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. ഒന്ന് ചെറുതായിട്ട് ആറി വന്നെ മാവ് കുഴയ്ക്കാൻ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിന് 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് ഒക്കെ എന്തിനാണെന്ന് ചോദിക്കും. പക്ഷെ കൊഴുക്കട്ട നമ്മൾ ഉരുട്ടി വരുമ്പോഴത്തേക്കും അത്രയും തേങ്ങയ്ക്കുള്ളത് വേണ്ടേ. മിച്ചമുണ്ടെങ്കിൽ എടുത്ത് വെക്കാട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. എനിക്ക് കപ്പിന്റെ കണക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ശരിക്കും അളന്നിടാറില്ല, എൻ്റെ ഒരു ഊഹത്തിന് അങ്ങ് ഇടുക ചെയ്യുക. ഇന്നിപ്പം ഞാനിങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഇതാ 1 സ്പൂൺ നിറച്ച് ഉപ്പിടുന്നുണ്ട്. ഇതാ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ എത്ര നേരം എടുക്കുള്ളൂ കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. ഇടിയപ്പത്തിന് ഉണ്ടാക്കാനാണെങ്കിലും പിടി ഉണ്ടാക്കാനാണെങ്കിലും ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കുഴച്ചിട്ട് ഇപ്പോഴെങ്കിലും കൊണ്ട് കൈ ഇട്ടേക്കരുത് കേട്ടോ, കൈ പൊള്ളി നാശമായി പോവും. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു ഏകദേശമായി വന്നു എന്ന് തോന്നിയാൽ നമുക്ക് വെള്ളം ഒഴിക്കലൊക്കെ നിർത്താം. ഇതിന് മയം കിട്ടാൻ ഭയങ്കരമായിട്ട് കൈ കൊണ്ട് കുഴക്കണം എന്നൊക്കെ പറയുന്ന വെറുതെയാണ് കേട്ടോ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നല്ല ചൂടാ. ഓക്കെ, ഇനി നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. കയ്യിൽ ഇതിൽ പച്ചവെള്ളം തൊട്ടിട്ട് കുഴച്ചെടുത്താലും മതി. ഇതിന് വലിയ ചൂട് എനിക്ക് ഫീൽ ചെയ്യണില്ല കേട്ടോ. ഇടിയപ്പം കുഴയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുഴച്ച് ശീലമായി. അപ്പം അതുകൊണ്ട് ശീലമുള്ളവർക്കത് ചൂടൊന്നും ഫീൽ ചെയ്യില്ല. ശീലമില്ലാത്തവർ കൈ കൊണ്ട് ഇടാതിരിക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. അത് നോക്കിയേ, ഇപ്പം നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടില്ലേ? ഇതുണ്ടോ, പൊടി പൊടി പോലെ വന്നിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ച് കൊടുക്കാമേ. ലേശം വെള്ളത്തിൽ മുക്കിയിട്ട് വന്നെടുക്കാം, അല്ലെ കയ്യിലൊക്കെ പൊട്ടിപ്പിടിച്ചു കേട്ടോ. ഇനി എളുപ്പമാണ്, ഇനി നല്ല എളുപ്പമാണ് കേൾക്കാൻ. ഇത്രയും നേരെ പണിയുള്ളൂ. ലേശം വെള്ളത്തിൽ മുക്കാം. എത്ര നേരിയതായിട്ട് തിന്നായിട്ട് എടുക്കാവോ അത്രയും തിന്നായിട്ട് എടുക്കുക. ഒരുപാടൊന്നും വെക്കണ്ട, കുറച്ച് വെക്കുക. അടച്ചെടുക്കുക. ലേശം വെള്ളം തൊടുക. നല്ലോണം അടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുന്നത്. അതിലേക്ക് വെച്ചു കൊടുക്കും. ആവി വന്നോളൂ കേട്ടോ. നല്ല റൗണ്ടിൽ വന്നെങ്കിൽ നല്ലോണം പരത്തിക്കൊള്ളും, അല്ല ഉരുട്ടിക്കൊള്ളും.
അപ്പൊ ഇങ്ങനെ എല്ലാം ഊറ്റിയെടുക്കാം. ഇതാ അങ്ങനെ അവസാനത്തെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ ഇച്ചിരി വലിപ്പം കൂടിപ്പോയി, കുറച്ച് മാവേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് മുഴുവനായിട്ട് 4, 5, 6, 7, 8, 9, 10, 11 എണ്ണം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോ അരിപ്പൊടി നല്ലോണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 20 എണ്ണം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് മൂടി വെക്കാം. അതെ, ഇതായി പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇലയുടെ അല്ലെങ്കിൽ നമ്മൾ മറ്റേ എന്താ ഇതിൽ വെച്ച് ചൂടില്ലേ, ഗോതമ്പട, വെറുതെ ദോശത്തിലെ പരത്തിയാണ്, അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും. അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ തിന്നണം, വെറുതെ തിന്നാൻ മതി. പൊളി 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊഴുക്കട്ട 20 മിനിറ്റ് മതി വേവാൻ. ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചേക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. നമ്മുടെ കൊഴുക്കട്ട നല്ല ആവി പറക്കുന്ന കൊഴുക്കട്ട. തീ നിർത്തി കൊടുക്കാം. ചൂടാറാതെ ഇതിൽ കൈ ഇടാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നല്ല സൂപ്പർ സോഫ്റ്റ് കൊഴുക്കട്ടയാണ് കേട്ടോ. ഇപ്പൊ ഇതൊന്ന് ആറട്ടെ, ആറിയിട്ട് ഞാൻ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒട്ടി ഇരിക്കുമല്ലേ. അപ്പൊ നമുക്ക് ആറിയിട്ട് എടുത്ത് മുറിച്ച് കാണിക്കാം കേട്ടോ. ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്തു നോക്കാവേ. ഇതാ അപ്പൊ ദേ നമ്മുടെ കൊഴുക്കട്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്നും വിണ്ടുപോയിട്ടില്ല. ഇടയ്ക്ക് ചിലതിന് മാത്രം ഒരു ചെറിയ പൊട്ടലത് ഉണ്ടോ. അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞൊന്ന് ആറിയിട്ട് മുറിച്ച് കാണിക്കാം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കത്തി. രണ്ടോ ഇതാ ഇതുപോലെ ചെറിയൊരു പൊട്ടല് 1-2 എണ്ണത്തിന് വന്നിട്ടുണ്ട്. ബാക്കി ഒന്നിനും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒട്ടും പുറത്ത് പോയിട്ടില്ല കേട്ടോ. നല്ല സൂപ്പർ കൊഴുക്കട്ട. സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ. നല്ല ഏലക്കയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് അങ്ങോട്ട് വന്നിട്ട് പിന്നെ നട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ശർക്കര കുറച്ചും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ചുകൂടി മധുരം വരും. ഇത് പാകത്തിനുള്ളൂ. സൂപ്പർ ടേസ്റ്റി. എപ്പോഴും കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ മാതിരിയാണ് കൊഴുക്കട്ട. ഒന്നും പറയാനില്ല, പൊളി, അടിപൊളി.